ഏത് ഭാഗത്തെയാണോ അത് നിയന്ത്രിക്കുന്നത് ആ ഭാഗം പിന്നീട് പാരലൈസ് ആയി പോവുകയാണ്. അത്തരത്തിലുള്ള രോഗികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം ഒരു പക്ഷേ. അതുപോലെ തന്നെ മുഖം, ഫേഷ്യൽ പാരാലിസിസ്, അതായത് മുഖം കൂടിയിരിക്കും, ഒരു ഭാഗത്തേക്ക് മുഖം പോവുക. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നമ്മൾ ആ സമയത്ത് അതിനെ നിയന്ത്രിച്ചിട്ടില്ല, നിയന്ത്രിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന എൻഡ് സ്റ്റേജിലേക്ക് വരുന്ന രോഗങ്ങളാണ് ഈ പാരാലിസിസും സ്ട്രോക്കും ഒക്കെ. അപ്പൊ ഇതിനെ ആദ്യഘട്ടത്തില് ആ അവയവത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും ഈ പറഞ്ഞ സ്റ്റേജിലേക്ക് പോവില്ലായിരുന്നു. അപ്പൊ ഇതിന്റെ പഠനങ്ങൾ എന്നെ പറയുന്നത് ഓരോ വർഷവും ചെറുപ്പക്കാരായിട്ടുള്ള, ഇപ്പം പഠനം പറഞ്ഞിട്ടുള്ളത് 18 വയസ്സുള്ള കുട്ടിയാണ് ഈ അവയവത്തിന്റെ ആഘാതം മൂലം മരണപ്പെട്ടിട്ടുള്ളത്. 20 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ് ഹോസ്പിറ്റലുകളിലേക്ക് ഈ അവയവത്തിന്റെ രോഗം കാരണം വരുന്നത് എന്നുള്ളതാണ്. 20 വയസ്സിന് മുകളിൽ, പണ്ടൊക്കെ നമ്മള് 50, 60, 70 വയസ്സിന് മുകളിലായിരുന്നു ഈ അവയവത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. ഇന്ന് 20 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ് രോഗം ഈ അവയവത്തിനെ ബാധിച്ചിട്ട് രോഗശയ്യയിൽ ആയിരിക്കുന്നത്. അപ്പൊ ഈ അവയവം ഏതാണ് നിർത്താതെ നമ്മളുടെ ശരീരത്തിൽ ഇടിച്ചുകൊണ്ടിരിക്കുന്ന അവയവം? ഹൃദയം. അപ്പൊ ആ ഹൃദയത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള നമ്മളുടെ പ്രൊഡക്റ്റ് ഏതാണ്? വെൽ ഹാർട്ട്. അപ്പൊ നമുക്ക് നോക്കാം. വെൽ ഹാർട്ട്. അപ്പൊ പേരിൽ തന്നെ ഉണ്ടല്ലേ വെൽ ഹാർട്ട് എന്നുള്ള പേര്. നല്ല ഒരു ആരോഗ്യമുള്ള ഹാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനിന്റെയാണ്, വളരെ വേഗത്തിൽ ഓടുന്ന മാനിനെയാണ് HART കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ ആ വളരെ വേഗത്തിൽ ഓടുന്നത്, ഇടിക്കാൻ സഹായിക്കുക എന്നുള്ള ഒരു അർത്ഥത്തിലാണ് നമ്മളുടെ ഈ പ്രൊഡക്റ്റിന് എന്ത് പേര് വന്നത്? വെൽ ഹാർട്ട് എന്നുള്ളൊരു പേര് വന്നിട്ടുള്ളത്. എന്തൊക്കെയാണ് ഈ ഹൃദയത്തിന്റെ ആരോഗ്യം കൃത്യമായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ വേണ്ടത് എന്നുള്ളത് നോക്കാം. ആദ്യമായിട്ടുള്ളതാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള മസിൽസ് വേണം. കാരണം ഇത് ഇടിക്കുകയാണ് അല്ലെ, നിർത്താതെ ഹൃദയം ഇടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നല്ല സ്ട്രോങ് ആയിട്ടുള്ള മസിൽസ് വേണം. രണ്ടാമത് എന്താണ് വേണ്ടത്? ഇത്തരത്തിൽ ഇങ്ങനെ ഈ രക്തക്കുഴലിലൂടെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും നമ്മൾ ഈ കഴിക്കുന്ന ഇതൊക്കെയാണ് എന്താണ്? ലിപ്പിഡ്സ്, അതായത് കൊഴുപ്പ് ഇങ്ങനെ അടിഞ്ഞുകൂടുകയാണ് രക്തക്കുഴലിലേക്ക്. കൊഴുപ്പ് വന്ന് അടിഞ്ഞു കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഈ രക്തക്കുഴലിൽ നിന്ന് ഇപ്പുറത്തെ ഭാഗത്തേക്ക് രക്തം പിന്നെ പോവുമോ? ഇല്ല. അപ്പം ഇത്തരത്തിലുള്ള ഒന്നും തന്നെ, അതായത് കൊഴുപ്പൊന്നും രക്തക്കുഴലിൽ അടിഞ്ഞുകൂടാനായിട്ട് പാടില്ല. രക്തം യഥേഷ്ടം, രക്തക്കുഴലിലൂടെ രക്തം യഥേഷ്ടം സഞ്ചരിക്കേണ്ടത് ആവശ്യമായിട്ടുള്ളതാണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് ആവശ്യമായിട്ടുള്ളതാണ്. ഒരു തരത്തിലുള്ള നീർക്കെട്ടുകളോ ഒന്നും തന്നെ ഹൃദയത്തിന് പാടില്ല. അപ്പൊ അത്തരത്തിലുള്ള നല്ല സ്ട്രോങ് മസിൽസിന് വേണ്ടിയിട്ട് കൊഴുപ്പ്, ശരീരത്തിലുള്ള കൊഴുപ്പ് അല്ലെങ്കിൽ കൊളസ്ട്രോളിനെയൊക്കെ നിയന്ത്രിച്ച് നിർത്താൻ, ചീത്ത കൊളസ്ട്രോളിനെ ദൂരം ചെയ്ത് നല്ല കൊളസ്ട്രോളിനെ കൊണ്ടുവരാൻ, വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന നമ്മളുടെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടായി ഓരോ ഇൻഗ്രീഡിയൻസും ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായിട്ടുള്ളതാണ് ഉലുവ. ഉലുവ എന്നുള്ളത് പണ്ടുകാലം മുതലേ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതുമാണ്. ഇപ്പം തന്നെ ആൾക്കാർക്ക് വളരെയധികം, ചില രോഗികളെ നോക്കിയാൽ അറിയാവുന്ന ഇതൊക്കെ വളരെയധികം ബോധവാന്മാരായിട്ട് ഇതിനെ പറ്റിയൊക്കെ അറിവുള്ള രോഗികളെ കണ്ടിട്ടുണ്ട് OP-യിൽ ഇരിക്കുമ്പോൾ. അപ്പൊ അവര് എല്ലാ ദിവസവും ഉലുവ വെള്ളം ഇട്ട് കുടിക്കുന്ന രോഗികളുമാണ് ഇപ്പം കുറച്ചു കാലമായിട്ട് കാണുന്നത്. അപ്പൊ എന്റെ ഉലുവ വെള്ളം ഇട്ട് കുടിച്ച വെള്ളം എന്തിനാ ഉലുവ ഇടുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും എന്താ, ഉലുവ ഡോക്ടറെ കൊളസ്ട്രോളൊക്കെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നതല്ലേ. ശരിക്കും അതിശയാണ്, ആൾക്കാർക്ക് ആ അറിവൊക്കെ ഉണ്ടായിരിക്കും അല്ലെ, ഓരോന്ന് വായിക്കുന്നതിലൂടെയൊക്കെ ആയിരിക്കും. അപ്പൊ ഉലുവ എന്ന് പറയുന്നത് നമ്മളുടെ രക്തത്തിലെ കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ്സിന്റെ അളവ് ക്രമത്തിൽ അധികം ആകുമ്പോഴാണ് ഹൃദയത്തിനെ ബാധിക്കുന്നത്. അപ്പൊ ആ ട്രൈഗ്ലിസറൈഡ്സിനെയൊക്കെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നതായിട്ടുള്ള ഒരു എന്താണ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഇൻഗ്രീഡിയന്റ് ആണ് നമ്മളുടെ ഉലുവ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ടുള്ളതാണ് നമ്മളുടെ നീർമരുന്ന് എന്ന് പറയുന്നത്. ഹൃദയത്തിന്റെ, ആയുർവേദത്തിലെ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നീർമരുന്ന്. ആ നീർമരുന്നിന് നമ്മളുടെ ഈ പ്രൊഡക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഹൃദ്യം എന്ന് പറയും ആയുർവേദത്തില്. ഹൃദയത്തിന്റെ എല്ലാ കർമ്മങ്ങളെയും നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ സഹായിക്കുന്നതാണ് ഹൃദ്യം എന്ന് പറയുന്നത്. അപ്പൊ ഹൃദ്യമായിട്ടുള്ള ഒരു സസ്യമാണ് നീർമരുന്ന് എന്ന് പറയുന്നത്. പിന്നീട് പുഷ്കരമൂലം ഇതിൽ അടങ്ങിയിട്ടുണ്ട്, ഉണക്ക മുന്തിരിങ്ങ അടങ്ങിയിട്ടുണ്ട്, ശതാവരി കിഴങ്ങ് അടങ്ങിയിട്ടുണ്ട്. ശതാവരി കിഴങ്ങിൽ ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഉണ്ട്. നമ്മുടെ ഫ്രീ റാഡിക്കൽസ് കാരണം ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാം, ഹൃദയാഘാതം ഒക്കെ ഉണ്ടാകും. അപ്പൊ അവിടെ എന്ത് വേണം? ഒരു വെൽ ഹാർട്ട് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റില് കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാനുള്ളത് കൊടുക്കുന്നു, അതുപോലെ തന്നെ എന്താണ് പ്രമേഹത്തെ നിയന്ത്രിക്കാനായിട്ടുള്ളത് കൊടുക്കുന്നു, ഹൃദ്യമായിട്ടുള്ള ആ ഹൃദയത്തെ തന്നെ സംരക്ഷിക്കാനായിട്ടുള്ളത് കൊടുക്കുന്നു. എന്നാൽ അവിടെ ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസ്, ഹൃദയം ഇങ്ങനെ ഇടിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന, അതിന്റെ പ്രവർത്തിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന
ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഫ്രീ റാഡിക്കൽസിനെ നീക്കം ചെയ്യാനായിട്ട് ഉള്ള ഒരു സപ്ലിമെന്റും കൂടി കൊടുക്കേണ്ടത് നമ്മൾ. അതിനായിട്ടാണ് ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ശതാവരിക്കിഴങ്ങും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഇരട്ടി മധുരവും കൂടിയിട്ട് ഇതിൽ ചേർന്നിട്ടുണ്ട്. അപ്പം ഇനി ഇത് നമുക്ക് ആർക്കൊക്കെ കൊടുക്കാം എന്നുള്ളതാണ്. 20 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഒരു ക്യാപ്സ്യൂൾ വീതം ഇത് കഴിക്കാവുന്നതാണ്. നമ്മളുടെ രക്തത്തിലെ കൊളസ്ട്രോളിനെയൊക്കെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് സഹായിക്കുന്നതാണ്. ഈ ചെറിയ രീതിയിലുള്ള ഇപ്പം പ്രഷർ സംബന്ധം അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ കൂടിയുള്ള ഒക്കെ ആൾക്കാർക്ക് നമുക്ക് 2 ടാബ്ലറ്റ് രാവിലെയും വൈകുന്നേരം ഓരോ ടാബ്ലറ്റ് വീതം ഭക്ഷണത്തിന് ശേഷം അവരോട് നിർദ്ദേശിക്കാവുന്നതാണ്. ഒരു ടാബ്ലറ്റ്, ഒരു ക്യാപ്സ്യൂള് രാവിലെ, ഒരു ക്യാപ്സ്യൂള് വൈകുന്നേരം ആഹാരത്തിന് ശേഷം കഴിക്കാനായിട്ട് നിർദ്ദേശിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ അതിലൂടെ നമുക്ക് എന്താണ്, ഹൃദയത്തിന്റെ ഒരു ആരോഗ്യമാണ് അവർക്ക് നമുക്ക് കൊടുക്കാൻ സഹായിക്കുന്നത്. ഇനി ഇത് ആർക്കൊക്കെയാണ് നൽകാൻ പാടില്ലാത്തത്? ബ്ലഡിന്റെ ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന ആസ്പിരിൻ പോലുള്ള മരുന്നുകളൊക്കെ കഴിക്കുന്ന വ്യക്തികൾ. അപ്പൊ ആസ്പിരിൻ ഒക്കെ കഴിക്കുമ്പോഴത്തേക്കും നമ്മളത് നിർത്താൻ പാടില്ല. അത് നിർത്തിയിട്ടുണ്ടെങ്കിൽ എന്താണ്, ആ ആൾക്ക് ഭാവിയിൽ പ്രഷർ സംബന്ധം സ്ട്രോക്ക് ഒക്കെ വരാനായിട്ടുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അപ്പൊ ആസ്പിരിൻ ഒക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ജീവിത അവസാനം വരെ കഴിക്കണം. അത്തരത്തിൽ കഴിക്കുന്ന ആൾക്കാരോട് ചിലപ്പോൾ അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും ഗുളിക വാങ്ങിക്കാനായിട്ട്. അപ്പൊ അവരോട് നമ്മൾ പറയാണ് ആസ്പിരിൻ കഴിക്കേണ്ട ആവശ്യമില്ല. ഈ വെൽഹാർട്ടിൽ ഇതെല്ലാം ഉണ്ട്. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എന്ത്, കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാനുണ്ട്, ഒരു രക്തത്തിലുള്ള കൊഴുപ്പിനൊക്കെ നീക്കം ചെയ്ത രക്തയോട്ടം സുഖകരമാക്കാൻ സഹായിക്കുന്നതാണ്. ഹൃദയത്തെ തന്നെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്, അത് കഴിച്ചാൽ മതി, ആസ്പിരിൻ വേണ്ട. ഡോക്ടറോട് പറയണ്ട വെൽഹാർട്ട് കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നിർദ്ദേശിക്കാമോ? ഇല്ല. അപ്പൊ അവരോട് എന്ത് പറയാം, ഇത് കഴിച്ചോളൂ, ആസ്പിരിൻ കഴിക്കുന്നതിന്റെ കൂടെ കഴിച്ചോളൂ. ഒരു പടി മുകളിലായിട്ട് നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് ഹൃദയ സംരക്ഷണത്തിനായിട്ട് സഹായിക്കുന്നതാണ് എന്ന് പറയും. ഇനി കൂടുതലായിട്ടും നമുക്ക് നമ്മളുടെ വീട്ടില് ഒക്കെ ഇപ്പം അച്ഛനോ ഒക്കെ ഹൃദയാഘാതം, ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ കൊളസ്ട്രോള് ഒക്കെ ഉണ്ടെങ്കിൽ പിന്നീടുള്ള ആൾക്കാർക്കും വരാനുള്ള സാധ്യതയുണ്ട് 20 വയസ്സൊക്കെ ആകുമ്പോൾ. അപ്പൊ അവരോട് നമ്മൾ എന്താണ്, ഒരു കോഴ്സ് എടുക്കാൻ, നിങ്ങൾ വെൽഹാർട്ട് ഒരു കോഴ്സ് നിങ്ങൾ കഴിക്കുക എന്നുള്ളത് അവരോട് നമ്മൾ നിർദ്ദേശിക്കാവുന്നതാണ്. അത്രയാണ് നമ്മളുടെ വെൽഹാർട്ടിനെ പറ്റി പറയാനുള്ളത്. 60 വെജിറ്റേറിയൻ ക്യാപ്സ്യൂൾസ് അടങ്ങിയിട്ടുള്ള വെൽഹാർട്ട്.